സർ, നമ്മൾക്കറിയാം കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, ആലപ്പുഴയിലെ എം.പി. ഇദ്ദേഹം എത്രത്തോളമാണ് കേന്ദ്ര കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെല്ലാം നമ്മൾക്ക് അറിയാമല്ലോ. രാഹുൽ ഗാന്ധിയുടെ വലങ്കയായി നിൽക്കുന്നതൊക്കെ അറിയാം. അയാളുടെ എന്ന് ഞാൻ പറയുന്നത് ബഹുമാനം ഇല്ലാതെ തന്നെയാണ് എന്ന് പ്രേക്ഷകരോട് പച്ചയ്ക്ക് പറയുകയാണ്. കാരണം ഇവരെയൊക്കെ വോട്ട് കുത്തി ജയിപ്പിക്കുന്ന നമ്മളായിട്ടുള്ള പൗരന്മാർ, ഈ പൗരന്മാരുടെ വോട്ട് കിട്ടി ജയിച്ചിട്ടുള്ള ഇവരൊക്കെ എന്താണ് ഈ കേരളത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അത് കൃത്യമായിട്ട് നമുക്കറിയാം. സോളാർ കേസ്, അതിലെ ഇരയുടെ പേര് പറയാൻ പാടില്ല എന്നാണ് അത്ര വെപ്പ്. അതുകൊണ്ട് പേര് നമുക്ക് പറയണ്ട. എന്തായാലും ആ ഒരു നായരാണ്, ആ നായരെ കുറിച്ച് നമുക്ക് ഇവിടെ പ്രതിപാദിക്കാം. അവരുടെ പേര് പോലും പറഞ്ഞുകൊണ്ട് ഈ പി വി അൻവർ കൃത്യമായിട്ടും രംഗത്ത് വന്നിട്ടുണ്ട്. കെ.സി. വേണുഗോപാൽ ഇടപെട്ടുകൊണ്ടാണ്, അതുപോലെ ഇയാൾ മറ്റേ നമ്മുടെ കണ്ണൂരിന്റെ ഇദ്ദേഹം കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് ആയിട്ടുള്ള സുധാകരൻ, അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ടാണ് ആ പരാതിക്കാരിയുടെ മൊഴി തിരുത്തിച്ചത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണകാലത്ത് അദ്ദേഹത്തിനെതിരെ ആരോപണം വരുന്നു. ആ ആരോപണം വന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് ചുറ്റുവട്ടത്തും അവിടെ രാപ്പകലില്ലാതെ സമരം നടത്തിക്കൊണ്ട്, ദിവസങ്ങളോളം സമരം നടത്തിക്കൊണ്ട്, എന്നാൽ മാധ്യമങ്ങൾ പറയുന്ന പോലെ അവിടെയെല്ലാം അമേധ്യം വർഷിച്ചുകൊണ്ട് ഈ സഖാക്കന്മാർ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരമൊക്കെ നമ്മൾ കണ്ടതാണ്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പോലും വിലക്കെടുത്തുകൊണ്ട് ചെയ്ത തെമ്മാടിത്തരം കണ്ടതാണ്. ആ രീതിയിലേക്കുള്ള ആ കേസിനെ പോലും കൃത്യമായിട്ട് പി വി അൻവർ വ്യക്തമാക്കി പറയുന്നുണ്ട്. അത് അട്ടിമറിച്ചതും ഈ പറയുന്ന അജിത് കുമാർ ആണെന്ന് പറയുന്നു. അജിത് കുമാർ എന്ന് പറയുന്ന ഈ ചങ്ങാതിക്ക് മാത്രം ഇതൊരിക്കലും സാധ്യമല്ല എന്നിരിക്കെ ആ കേസിനെ പോലും തട്ടിച്ച് പറയുമ്പോൾ, ഇന്നിപ്പോൾ വേണുഗോപാൽ അയാൾ നടത്തിയത് അവിടെയും ഇവിടെയും തൊടാത്ത ഒരു പ്രതികരണമാണ് നടത്തിയത്. അതുകൂടി എങ്ങനെയാണ് സർ വിലക്കെടുക്കുകയാണ്, എങ്ങനെയാണ് പറയാനാവുക? അല്ല, ഇവിടെ ഇപ്പൊ ADGP അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്വതന്ത്ര പരമാധികാര വ്യക്തിയല്ല. അയാൾ ഭരണാധികാരിയല്ല, ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ അയാൾ മന്ത്രിയുമല്ല, അയാളൊരു ഉദ്യോഗസ്ഥനാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇമ്മിണി വലിയ പോലീസാ, അത്രേ ഉള്ളൂ. അപ്പോൾ ഭരണകൂടത്തിന്റെ ആജ്ഞകളെ അനുസരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു പബ്ലിക് സർവന്റ് മാത്രമാണ് അദ്ദേഹം. അങ്ങനെ ഒരു പബ്ലിക് സർവന്റ് എന്ത് ചെയ്താലും അത് ആരുടെ ഒത്താശയോടും ഉത്തരവിനനുസരിച്ചും പിന്തുണയോടും അഥവാ മൗനാനുവാദത്തോടു കൂടിയും ആണ് എന്നുള്ളത് വ്യക്തമാണ്. അത് ആഭ്യന്തരമന്ത്രിയാണ്. ആഭ്യന്തരമന്ത്രി ഇന്ന് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മർദ്ദന ഉപകരണമായി ആൾക്കാരെ കൊല്ലാനും കള്ളക്കേസിൽ കുടുക്കാനും സ്വർണ്ണക്കടത്തിൽ നിന്ന് 60% ലാഭമടിക്കാനും അതിന്റെ എല്ലാം വിഹിതം മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നില്ല എങ്കിൽ പിന്നെ മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഈ ആരോപണങ്ങൾ വന്ന നിമിഷം തന്നെ അയാളെ പുറത്താക്കാൻ അല്ലെങ്കിൽ സ്വയം രാജിവെക്കാൻ അങ്ങനെയൊക്കെയുള്ള ഒരു നീക്കവും നടത്താതെ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? ഈ മൗനം വളരെ വ്യക്തമാണ്. പി വി അൻവർ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി ഇല്ല. കാരണം ആ പറഞ്ഞതിൽ സത്യമുണ്ട്. അപ്പോൾ ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർജവമുള്ള പ്രതിപക്ഷമാണ് എങ്കിൽ കോൺഗ്രസ് എന്താ ചെയ്യേണ്ടത്? വളരെ ശക്തമായ സമരവുമായി രംഗത്ത് വരണം. മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പരസ്യമായി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷമായ സമര പരിപാടിയിലേക്ക് കോൺഗ്രസ് വരണം. പക്ഷെ എന്താ കോൺഗ്രസ് വരാത്തത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഘടകകക്ഷിയാണ്. ആ ഘടകകക്ഷി എന്നുള്ള നിലയിൽ അവർക്ക് ചില ഒബ്ലിഗേഷൻസ് ഉണ്ട്. ആ ഒബ്ലിഗേഷന്റെ അടിസ്ഥാനത്തിൽ ഘടകകക്ഷിയെ രക്ഷിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹം ആര് തന്നെയാണെങ്കിലും, അത് VD സതീശനാണെങ്കിലും, അത് വേണുഗോപാലാണെങ്കിലും, ഇനി സാക്ഷാൽ രാഹുൽ ഗാന്ധി ആണെങ്കിലും, ആര് തന്നെയാണെങ്കിലും തങ്ങളുടെ പ്രതിപക്ഷത്താണെന്ന് അവര് ആരോപിക്കുന്ന അല്ലെങ്കിൽ അവർ അവകാശപ്പെടുന്ന CPM-ന്റെ മുഖ്യമന്ത്രിക്കെതിരെ പ്രത്യക്ഷ സമര പരിപാടികളുമായി രംഗത്ത് വരാത്തത് അതുകൊണ്ട് തന്നെയാണ്. ഇതിന്റെ പിന്നിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയമല്ല, ഇത് കച്ചവടമാണ്. അതായത് പറയുന്നുണ്ടല്ലോ, 60% സ്വർണം പൊട്ടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സ്വർണത്തിന്റെ 60% ADGPക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പറയോ, നീ 60% നീ എടുത്തു, എനിക്കൊന്നും തരണ്ട എന്ന് പിണറായിയും പറയല, പിണറായിയുടെ പാർട്ടിയും പറയല. അപ്പോൾ പിണറായിയുടെ പാർട്ടിക്ക് എത്ര കൊടുക്കണം എന്നുള്ളത് ADGPക്കും അറിയാം, പിണറായിക്കും അറിയാം. എന്നാൽ ഇങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ നടക്കുമ്പോൾ അതിനെതിരെ നിശബ്ദത പാലിക്കുന്നതിന് UDF-ന് എത്ര ശതമാനം കിട്ടും എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ട കാര്യം. അതാണ് ഇപ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സംശയം. അതായത് UDF-ഉം LDF-ഉം ഒന്നിച്ചു ചേർന്ന് ഇവിടെ ADGP-യെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ സാമ്പത്തിക റാക്കറ്റ് നടത്തുകയാണ്. നമ്മുടെ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പൊ സ്വർണത്തിന്റെ കാര്യമാകാം,
പക്ഷെ പുറത്തു വരാത്ത എത്രയോ മേഖലകൾ വേറെ ഉണ്ടാകും. മയക്കുമരുന്നുണ്ടാകാം, ആയുധമുണ്ടാകാം, വിധ്വംസക പ്രവർത്തനങ്ങൾ ഉണ്ടാകാം, മറ്റു പല മേഖലകളും, സാമ്പത്തിക കുറ്റം ചെയ്യാവുന്ന മറ്റു പല മേഖലകളും ഉണ്ടാവാം. അപ്പോൾ പ്രതിപക്ഷം ചത്ത് മരവിച്ച് കിടക്കുന്ന കേരളത്തിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷം ബോധക്കേടോ മരണമോ അഭിനയിക്കുന്ന കേരളത്തിൽ എന്തും നടത്താനുള്ള ക്ലീൻ ചിറ്റാണ് ഇവിടുത്തെ ഭരണപക്ഷത്തിന് പ്രതിപക്ഷം കൊടുത്തിരിക്കുന്നത്. പിന്നെ പതിവ് കലാപരിപാടികൾ എന്നുള്ള നിലയിൽ പത്രക്കാരെ കാണുമ്പോൾ വിമർശിക്കും, രണ്ട് വാക്ക് നിയമസഭയിൽ പറഞ്ഞിട്ട് വേണമെങ്കിൽ വാക്കൗട്ട് നടത്തും. ഇതൊക്കെ അവർ തമ്മിലുള്ള ഒരു ഒത്തുകളി മാത്രമാണ്. പക്ഷെ ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞ് ഇവിടുത്തെ ഈ ഒരു LDF UDF സംവിധാനത്തിന്, ഈ കച്ചവട മുന്നണിക്ക്, കൊള്ളക്കാരുടെ ഈ സംഘത്തിന് അറുതി വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ എല്ലാ മേഖലകളിലും മുന്നോട്ട് കുതിക്കുമ്പോൾ കേരളം തട്ടിപ്പുകാരുടെയും മാഫിയയുടെയും സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെയും അല്ലെങ്കിൽ കൊലപാതകികളുടെയും ഒക്കെ ഒരു വിഹാര കേന്ദ്രമായി മാറുകയും ചെയ്യും. അതിന് ഇവിടെ ഒന്നാം പ്രതി CPM ആണെങ്കിൽ രണ്ടാം പ്രതി കോൺഗ്രസ് തന്നെയാണ്. സാറേ, ഇതുപോലെ നമ്മൾക്കറിയാം മറ്റൊരു കാര്യമാണ്, സാർ കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, നമ്മൾക്കറിയാം ഇപ്പൊ കവടിയാർ കൊട്ടാരത്തിനോട് ചേർന്ന് ഈ അജിത് കുമാർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് 10 സെന്റ് ഭൂമിയിൽ അദ്ദേഹത്തിന്റെ കൊട്ടാര സദൃശ്യമായിട്ടുള്ള വലിയൊരു വീട് പണി നടക്കുന്നു എന്നുള്ളത് ഈ PV അൻവർ ആരോപിക്കുന്നു. അതിനുശേഷം മാധ്യമങ്ങൾ അത് അന്വേഷിച്ച് മാധ്യമങ്ങളിലൂടെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നു അതിന്റെ കൃത്യമായിട്ടുള്ള രേഖകളും. ഇന്നിപ്പോൾ ഇവരുടെ തറക്കല്ലിടൽ എന്ന് പറയുന്ന ചടങ്ങിൽ ഈ പറയുന്ന ചങ്ങാതിമാരൊക്കെ പങ്കെടുത്തുകൊണ്ട് അത് നടത്തുന്നു. മാത്രമല്ല ഈ ഒരു കവടിയാർ കൊട്ടാരത്തുമായി ചേർന്നുകൊണ്ട് 10 സെന്റിൽ അദ്ദേഹം ഒരു കൊട്ടാര സദൃശ്യമായിട്ടുള്ള വീട് പണിയുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനാണോ ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവാണോ എന്നറിയില്ല, അളിയന്റെ പേരിലും 12 സെന്റ് സ്ഥലമുണ്ടെന്ന് പറയുന്നു. അതും ഒരു സെന്റിന് 60 മുതൽ 75 ലക്ഷം രൂപ വരെ മാർക്കറ്റ് വിലയുള്ള അത്ര വിലപിടിപ്പുള്ള സ്ഥലം, കോടിക്കണക്കിന് രൂപ വേണമെന്നിരിക്കും. അവിടെ ഈ ഒരു ADGP പോലെയുള്ള ആൾ, മാത്രമല്ല ഇയാളുടെ ലാളിത്യത്തെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്നൊരു വ്യക്തിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കൊണ്ടെന്നും ഇത്തരത്തിലൊരാൾക്ക് ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളതും, ഇത് നമ്മുടെ ഈ പറയുന്ന പിണറായി വിജയന്റെ മൂക്കിൻ തുമ്പത്തായിരുന്നിട്ട് പോലും പിണറായി വിജയന്റെ നിയമ സംവിധാനങ്ങൾക്കോ പോലീസ് സംവിധാനങ്ങൾക്കോ ആരും അറിയാതിരിക്കുക, ഇന്ന് ഈ ഒരു PV അൻവർ മാത്രം വെളിപ്പെടുത്തുമ്പോൾ അറിയുക, ഇതൊക്കെ സാധാരണപ്പെട്ട ഒരു ജനത്തിന് എങ്ങനെയാണ് സർ വിശ്വസിക്കാനാവുക? എന്തുകൊണ്ടാണ് നമ്മുടെ ജനങ്ങൾ ഇന്നും ഒരു നിസ്സംഗത പാലിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ? ജനങ്ങളുടെ നിസ്സംഗത വളരെ വലിയ വില അവർ കൊടുക്കേണ്ടി വരും എന്നുള്ളതിന്റെ സൂചനയാണ്. നമുക്ക് ഈ കേരളത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി സാധാരണക്കാരന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് പരിശോധിച്ചാൽ കേരളത്തില് ഒരു 80% 90% ആൾക്കാരും കടക്കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ജോലിയുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ, കൃഷിയുള്ളവരാവട്ടെ, ആര് തന്നെയായാലും വൻകിട ബിസിനസ്സുകാരും വൻകിട വ്യവസായികളും ഒഴികെ ചെറുകിട ബിസിനസ്സുകാരടക്കം ഉള്ള ആൾക്കാര് ഇത് മനസ്സിലാക്കാൻ വലിയ ഗവേഷണമൊന്നും വേണ്ട. നമ്മൾ കേരളത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഭൂമി വിൽപ്പനയ്ക്ക്, വീട് വിൽപ്പനയ്ക്ക്, വസ്തു വിൽപ്പനയ്ക്ക്, കെട്ടിടം വിൽപ്പനയ്ക്ക് ലക്ഷക്കണക്കിന് ചെറിയ ബോർഡുകൾ ഉയർന്നിരിക്കുകയാണ്. ഇവിടുത്തെ ചാനലുകളിലടക്കം പത്രങ്ങളിലടക്കം ധാരാളം പരസ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലം വേണം, ഭൂമി വേണം എന്ന് പറയുന്ന ഒരു പരസ്യവും ഇല്ല, എല്ലാം വിൽക്കാനുള്ളതാണ്. എന്താണ് ഇതിന്റെ കാരണം? സാമ്പത്തിക തകർച്ചയാണ് കാരണം. സാമ്പത്തിക തകർച്ചയുടെ കാരണം എന്താണ്? ഇവിടെ ചിലർക്ക് മാത്രം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. മഹാഭൂരിപക്ഷം ജനങ്ങളും ഇന്ന് കടക്കെണിയിലാണ്. അതിന്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ ബഹളം എല്ലാം നടക്കുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഈ 27-ാം തീയതി കഴിഞ്ഞാൽ, ഈ മാസം 27-ാം തീയതി കഴിഞ്ഞാൽ ഭീകരമായ രീതിയിൽ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കാൻ പോവാണ്. അതിന് മുന്നോടിയായി കേരളത്തിന്റെ 4 നഗരങ്ങളിൽ വെച്ച് ഒരു ഓപ്പൺ ഹൗസ് വിളിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് പോയി അഭിപ്രായം പറയാം. പക്ഷെ ഈ വിഷയം കത്തി നിൽക്കുമ്പോൾ ജനങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആരും അഭിപ്രായം പറയാനും പോവില്ല, അവിടെ ഒരു പ്രതിഷേധവും ഉണ്ടാവില്ല. വൻതോതിൽ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കും. ഇനി എന്ത് വർദ്ധിപ്പിച്ചാലും എന്തെല്ലാം പറഞ്ഞാലും ഇതെല്ലാം കേന്ദ്രത്തിന്റെ കുറ്റമാണ് എന്നൊരൊറ്റ വാക്കിൽ ഇവർ ഒതുക്കുകയും ചെയ്യും. സമയമാവുമ്പോൾ പണ്ട് കാലാകാലങ്ങളായി കൊടുക്കാതെ കിടക്കുന്ന കുറെ കുടിശ്ശിക പണം എടുത്ത് വീശും. അത് കിറ്റായിട്ടാണോ സമ്മാനമായിട്ടാണോ എങ്ങനെയാണെങ്കിലും അത് കിട്ടിക്കഴിയുമ്പോൾ മലയാളി ഇതെല്ലാം മറക്കും. എന്നിട്ട് വീണ്ടും മലയാളികൾ ഇതേ ആൾക്കാർക്ക് തന്നെ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റും.
ഈ ഒരു മനഃശാസ്ത്രം കൃത്യമായി പഠിച്ചു വെച്ചിട്ടുണ്ട് ശ്രീ പിണറായി വിജയൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയ ധാർഷ്ട്യം, ഇത്ര വലിയ ധൈര്യം. എന്തൊക്കെ ദ്രോഹിച്ചാലും, മലയാളി കുത്തുവാളയെടുത്താലും, ആത്മഹത്യ ചെയ്താലും അവൻ ഇടതുപക്ഷത്തിനെ വീണ്ടും അധികാരത്തിലേറ്റിക്കൊള്ളും, അല്ലെങ്കിൽ വലതുപക്ഷത്തിനെ അധികാരത്തിലേറ്റിക്കൊള്ളും, ഇത് രണ്ടും ഒന്നാണല്ലോ എന്നുള്ള ഒരു വിശ്വാസമാണ് ഇവിടെ UDF ഉം LDF ഉം വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ആത്മഹത്യ ചെയ്താലും, നാട് വിട്ടാലും, കടക്കണിയിൽ കുടുങ്ങിയാലും, പട്ടിണി കിടന്നാലും, എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളുടെ മുന്നണി പരാജയപ്പെടരുത് എന്നുള്ള ഒരു മതവിശ്വാസത്തെക്കാൾ ശക്തമായ വിശ്വാസം മുന്നണി പാർട്ടി സംവിധാനങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ തിക്തഫലം മലയാളി അനുഭവിക്കുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ ഈ രണ്ടു പക്ഷം വേണ്ട. കാരണം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ പുരോഗതി, അവിടുത്തെ വളർച്ച, അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ കാണാം. പക്ഷെ കേരളത്തിനകത്ത് വരുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ സഹിച്ചോളാം, BJP വരാതിരുന്നാൽ മതി എന്ന ഒരൊറ്റ സിംഗിൾ അജണ്ടയിലേക്ക് UDF നും LDF നും കേരളത്തിലെ ജനങ്ങളെ നയിക്കാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ അതിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ബുദ്ധിജീവി, സാംസ്കാരിക, സാഹിത്യ നായകന്മാരുടെ വലിയ പിന്തുണ ഇതിനുണ്ട്. ഇതുകൂടാതെ അന്താരാഷ്ട്ര രംഗത്തുള്ള പല ഏജൻസികളും, പല NGOകളും ഇതിനൊക്കെ പിന്നില് ഫണ്ടിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കേരളം ഇങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പൊയ്ക്കൊള്ളും എന്നുള്ള ഒരു ഉറച്ച ബോധ്യം ഇടത് വലത് മുന്നണികൾക്കുള്ളത് കൊണ്ട് സത്യത്തിൽ ഇവരൊക്കെ സമ്പന്നരാകും. എന്തിനാണ് പിണറായി വിജയൻ വിദേശത്ത് പോകുന്നത്? എന്തിനാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ വിദേശത്ത് പോകുന്നത്? അവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി തങ്ങളുടെ പണം അട്ടിയിട്ട് സുരക്ഷിതമാക്കി ഈ കൊള്ള മുതൽ മുഴുവൻ ഒളിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വീണ്ടും വീണ്ടും അധികാരത്തിൽ വരുന്നു. വിദേശത്ത് കൊണ്ടുപോയി പൂഴ്ത്തി വെച്ചിരിക്കുന്ന പണം എടുത്തവർ വീണ്ടും ഇലക്ഷന് വീശുന്നു, വീണ്ടും ഇലക്ഷന് ജയിക്കുന്നു. പക്ഷെ അവർ സമ്പന്നരാകുമ്പോൾ, രാഷ്ട്രീയ നേതാക്കൾ സമ്പന്നരാകുമ്പോൾ ജനങ്ങൾ ദരിദ്രമാവുകയാണ്. ജനങ്ങൾ കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് ഓടി ഒളിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം കേരളം ചർച്ച ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും കേരളത്തെ കാത്തിരിക്കുന്നത് സർവനാശമായിരിക്കും. അപ്പോഴും ഇവിടുത്തെ രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും പിണറായി വിജയനും അടക്കം എല്ലാവരും സുരക്ഷിതമായിരിക്കുകയും ചെയ്യും. ഇതാണ് കേരളം ഇന്ന് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ സമീപകാല ദുരന്തം. ഇതിനൊന്നും ദീർഘകാലമൊന്നും വേണ്ട, സമീപകാല ദുരന്തം. അപ്പോൾ ഈ സമീപകാല ദുരന്തത്തെ ഒഴിവാക്കണമെങ്കിൽ ജനങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതിശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലൊക്കെ നടന്നു എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ ഉടൻ സംജാതമായിട്ടില്ല എങ്കിൽ മലയാളികൾ കൂട്ടത്തോടെ നാടുവിടേണ്ടി വരും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും.